കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് കളമശ്ശേരി പോളിയുമായി ബന്ധപ്പെട്ട കാര്യം. ഇന്നലെ വൈകിട്ടോടുകൂടി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയപരമായി ആ വിഷയത്തെ കാണുന്നതിൽ നിന്ന് പുറംതിരിഞ്ഞോടുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി മറ്റൊരു വാർത്ത കൂടി നിങ്ങളെ തേടി എത്തിയിട്ടുണ്ട്. KSUവിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്ക് മർദ്ദനം. KSU എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാലും സംഘവും മർദ്ദിച്ചതായാണ് പരാതി. ഈ പരാതിയിന്മേലുള്ള മുഹമ്മദ് നിയാസ് എന്ന് പറയപ്പെടുന്ന മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ പരാതിയുടെ ഒരു ഭാഗം ഞാൻ വായിക്കാം. I could clearly smell the odor of alcohol in their breath, and being in fast, I was very disturbed. Yet, I was not surprised of this, as we have found the president and his companions in worse conditions before. We got off the car and the district president started talking to me. I told them that I am not interested in talking to them. Then suddenly Kevin, Safwan and Amar Mishal attacked me from behind. They punched me behind my head several times. Then the district president spat on my face and told me never to interfere in Ernakulam, and if I do, he will kill me. എറണാകുളം ജില്ലാ പ്രസിഡന്റ് അതേ സംഘടനയിൽപ്പെടുന്ന അതേ കൊടി പിടിക്കുന്ന മലപ്പുറം ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. പറഞ്ഞത് മാത്രമല്ല, അതിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ അനുഭവം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മദ്യപിച്ച് മതോന്മത്തരായി ഇതിനേക്കാൾ മോശം അവസ്ഥയിൽ ഇവരെ കണ്ടതുകൊണ്ട് എനിക്ക് പുതുതായി ഒന്നും തോന്നിയില്ല, പക്ഷേ അവരെന്നെ കൊലപ്പെടുത്തും എന്നാണ് ഭീഷണിപ്പെടുത്തിയത്. എറണാകുളം ജില്ലയിൽ ഇനി ഇടപെട്ടാൽ നിന്റെ കാര്യം ഞങ്ങൾ ശരിയാക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഹ്വാനം. ഇപ്പോൾ ഇന്നലെ കളമശ്ശേരിയിൽ നടന്നതും എറണാകുളത്ത് മരടനീഷിനെ കാണാൻ ഗോകുൽ ഗുരുവായൂർ എന്ന തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് പോയതും ഇതും യാദൃശ്ചിക സംഭവിച്ചതാണെന്ന് ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊന്നാണ്, കേരളത്തിലെ KPCC പ്രസിഡന്റിൻ്റെയും മുൻ പ്രതിപക്ഷ നേതാവിൻ്റെയും നിലവിലത്തെ പ്രതിപക്ഷ നേതാവിൻ്റെയും SFI-മേലുള്ള ആക്രമണോത്സുകതയുടെ ഇപ്പോഴത്തെ പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇവരൊക്കെ കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ കോടാനുകോടി രൂപയുടെ ഈ പറയുന്ന ലഹരി മരുന്ന് മാഫിയക്കുള്ള എല്ലാ സഹകരണവും ചെയ്യുന്നവരുടെ കൂട്ടമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സംഘം മാറിയിരിക്കുന്നു. ഇതിപ്പോൾ ഒരുമിച്ച് വന്ന ചില സീരീസ് ഓഫ് ഇൻസിഡൻസ് ആണ്. ഇതിനു മുൻപ് ഇടുക്കിയിൽ വെച്ച് 5 കിലോ കഞ്ചാവുമായാണ് ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ KSUവിൻ്റെ ഒക്കെ നേതാവ്, KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നേതാവിനെ പിടിച്ചത്. ഇതിൻ്റെ കഥകൾ പുറകോട്ട് നോക്കിയാൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി ധാരണയുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFIയെ ആക്രമിക്കാനും SFIയെ പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി രമേശ് ചെന്നിത്തല നിരന്തരമായി മുറവിളി കൂട്ടുന്നത് എന്താണെന്നും ഇപ്പോൾ ഞങ്ങൾക്ക് ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ മരടനീഷിനെ സഹായിക്കുന്ന, മരടനീഷിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലെ ക്യാമ്പസിൽ ചെയ്യുന്ന, കേരളത്തിലെ ക്യാമ്പസിൽ വിദ്യാർത്ഥിപക്ഷപരമായി നീറ്റിനെതിരെയോ നെറ്റിൽ രാജ്യത്തെ സർക്കാർ നടപ്പിലാക്കുന്ന കാവ്യവൽക്കരണത്തിനെതിരെ സമരം നടത്താൻ KSUക്കാരില്ല. പക്ഷേ ഇത് വിതരണം ചെയ്യാൻ 5 KSUക്കാരുണ്ട്. നിങ്ങൾ കാണേണ്ടത്, ഇപ്പോൾ രാജ്യത്ത് UGCയുടെ നിയമം പാസ്സായി, അതിനെതിരെ സമരം നടത്താൻ KSUക്കാരില്ല. പക്ഷേ എന്തുണ്ട്, ഇതൊക്കെ വിതരണം ചെയ്യാനും ഇതിൻ്റെ സപ്ലൈ ചെയിനായി പ്രവർത്തിക്കാനും മരടനീഷിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താവാനും കേരളത്തിലെ KSUവിൻ്റെ ജില്ലാ ലീഡർഷിപ്പുണ്ട്, സംസ്ഥാന ലീഡർഷിപ്പുണ്ട്, അതിൽ യൂണിറ്റിലുമുണ്ട്. ഈ ആപത്കരമായിട്ടുള്ള അവസ്ഥയെ അഭിസംബോധന ചെയ്യാൻ അവർ ഒരു ജാഥ നടത്തിയെന്നും പറഞ്ഞൊരു പ്രഹസന നാടകം നടത്തുന്നുണ്ടല്ലോ. അതിലുമില്ലേ ഇതേ സമാനമായ അവസ്ഥ? ആ ജാഥ എറണാകുളത്ത് എത്തിയപ്പോഴാണ് മരടനീഷിനെ കാണാൻ ടിയാൻ പോയത്, തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് പോയത്. അതുമാത്രമാണോ വിഷയം? അതുമല്ല. അതിനപ്പുറത്തേക്ക് എറണാകുളം ജില്ല അവിടെ എത്തുമ്പോൾ KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ പ്രഖ്യാപിച്ചതെന്താ? അതിൽ ഒരുപാട് സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ഈ ജാഥയിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ അവർക്കെതിരെ നടപടിയെടുക്കും എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു. എന്താണ് നടപടിയെടുക്കേണ്ടി വന്ന കാരണം? അവരെന്തുകൊണ്ട് ലഹരിക്കെതിരെയുള്ള സമരത്തിൽ ഇത്ര വലിയ ഒരു അവയർനെസ് സമരത്തിൽ പങ്കെടുക്കുന്നില്ല?
അതിന് കാരണം അവരെല്ലാം ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമാണ്. KSUവിലെ ലഹരി മാഫിയ സംഘത്തെ കൃത്യമായി അന്വേഷിച്ച് പുറത്ത് ജനസമക്ഷം കൊണ്ടുവരണം എന്നുള്ളതാണ് SFIക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇവരൊരു നെറ്റ്വർക്കാണ്. ഇന്ന് ഇവരുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റികൾ, ഇപ്പോൾ കഴിഞ്ഞ ഘട്ടങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ഇവർക്ക് സംസ്ഥാന കമ്മിറ്റി യോഗം പോലും ചേരാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ. സംസ്ഥാന ക്യാമ്പിൽ വെച്ച്, നെയ്യാർ ഡാമിൽ വെച്ച് മദ്യക്കുപ്പി വെച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും തമ്മിലടിച്ച് രക്തച്ചൊരിച്ചിലായിരുന്നു ആ ക്യാമ്പിലുണ്ടായിരുന്നത്. ഒറ്റപ്പെട്ട സംഭവമായാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊക്കെ കാണാൻ തയ്യാറായത്. നിങ്ങളൊന്ന് കൂട്ടി വായിക്കണം, അതിനെയൊക്കെ ഒന്ന് നിങ്ങൾ കൂട്ടി വായിക്കണം. നെയ്യാർ ഡാമിൽ നടന്നത്, സംസ്ഥാന കമ്മിറ്റി യോഗം ചേരാൻ കഴിയാത്തത്, തുടർച്ചയായി ഇവർക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ, ലഹരിക്കെതിരെ നടക്കുന്ന ജാഥയിൽ ഇവർ പങ്കെടുക്കാത്തത്, നേതാക്കന്മാർ പങ്കെടുക്കാത്തത്, മരട് അനീഷിനോട് ജില്ലാ പ്രസിഡന്റിന്റെ ബന്ധം, ലഹരിക്കെതിരെ ലഹരി കേസിൽ പിടിച്ച മുഴുവൻ പ്രതികളും KSUവുമായി ബന്ധം, അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, മത്സരിച്ചവർ, യൂണിയൻ ഭാരവാഹികളായി അതിൽ മത്സരിച്ചവർ ഉൾപ്പെടെ. ഇങ്ങനെ ഏറ്റവും അവസാനം മഹാരാജാസിൽ യൂണിറ്റ് സമ്മേളനം നടത്തുമ്പോൾ ആ യൂണിറ്റ് സമ്മേളനത്തിൽ മദ്യപിച്ച് യൂണിറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ജില്ലാ പ്രസിഡന്റ്, ആ ജില്ലാ പ്രസിഡന്റ് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാവട്ടെ മറ്റൊരു ജില്ലാ സെക്രട്ടറിയെ. അപ്പോൾ ഈ സംഘത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒരിക്കൽ പോലും കേരളത്തിലെ കോൺഗ്രസ് ഉത്തരം പറയുന്നില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് അവർ ഒരിക്കൽ പോലും ചിന്തിക്കുന്നു പോലുമില്ല. അതിനെക്കുറിച്ച് ഒരു ചർച്ച പോലും ഉണ്ടാകാൻ അവർ അനുവദിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ബോധ്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കേരളത്തിലെ KSU ഈ ലഹരി മാഫിയ സംഘത്തെ തിരികെ ക്യാമ്പസിലേക്ക് ശക്തമാക്കി വളർത്തുന്നതിന് ആവശ്യപരമായുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ടെൻഷനിലേക്ക് മാറിയത്. അതിൻ്റെ യഥാർത്ഥ പ്രശ്നം നിൽക്കുന്നത് കഴിഞ്ഞ ഘട്ടത്തിൽ മാടായി ITയിൽ വെച്ച് നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തു. ഈ MDMA ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥം ഉപയോഗിച്ച്, കഞ്ചാവ് ഉപയോഗിച്ച് KSUവിൻ്റെ നേതാവിനെ അവിടുന്ന് പിടിച്ചു, പുറത്താക്കി. വലിയ വാർത്തയായിരുന്നു മാടായി ITയിൽ. ഇപ്പോൾ വിവിധ ക്യാമ്പസിൽ ഇന്ന് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോലും KSU ഉപയോഗിക്കുന്നത് ലഹരി മരുന്നിയാണ്. ഒരു കാലത്ത് കള്ളും അതോടൊപ്പം തന്നെ ഭക്ഷണവും വസ്ത്രവും ഒക്കെയായിരുന്നു ഇവരുടെ തെരഞ്ഞെടുപ്പിന് കൊടുക്കാനുള്ള, ഇവരുടെ രാഷ്ട്രീയപരമായി ഇവർ മുന്നോട്ട് വെക്കുന്ന കാര്യമെങ്കിൽ, ഇവരുടെ അരാഷ്ട്രീയ മുഖം ഇവർ തുറന്നു കാണിക്കുന്ന കാര്യമെങ്കിൽ, ഇന്നിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യാൻ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരിയും അതോടൊപ്പം നിരോധിക്കപ്പെട്ട മനുഷ്യരുടെ തലച്ചോറുകളെ ഇല്ലാതാക്കുന്ന ഈ ലഹരി വസ്തുക്കളെയാണ്. അപ്പോൾ ഈ വിഷയങ്ങളെയൊക്കെ ഞങ്ങൾ ഒന്നായി കാണാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊന്നായി തന്നെ ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. KSU നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൊറാട്ട് നാടക ജാഥ അവസാനിപ്പിക്കുക. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തെറ്റായ സന്ദേശം ക്യാമ്പസുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നില അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ശക്തമായിട്ടുള്ള നടപടി ഇതിനെതിരെ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇന്നലെ പൂർണ്ണമായും അതിൻ്റെ രാഷ്ട്രീയ മാനത്തിൽ നിന്ന് കളമശ്ശേരി പോളിയിൽ രാഷ്ട്രീയ മാനം കൊടുത്ത് തുടങ്ങിയ ചർച്ചയെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സാമൂഹ്യ കാരണങ്ങളിലേക്ക് മാറ്റി രാഷ്ട്രീയമായി പൂർണ്ണമായും KSU പ്രതിരോധത്തിലാകുമെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പൂർണ്ണമായും അതിൽ നിന്ന് പിന്തിരിഞ്ഞോടി. ഇന്നലെ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു ചാനലാണല്ലോ മാതൃഭൂമി ചാനൽ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചു. ഉച്ചയ്ക്ക് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും പങ്കെടുക്കണം. സ്വാഭാവികമായും പ്രസ്സിനെ കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ തിരികെ വരേണ്ടതുണ്ട് എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സമയം അന്വേഷിച്ച് അങ്ങോട്ട് വിളിച്ചപ്പോൾ പറയാ ഞങ്ങൾ ആ വിഷയം മാറ്റി. മാനേജ്മെൻറ്റ് പറഞ്ഞു അത്രേ, അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ ഇനി അന്വേഷിക്കേണ്ട, പകരം നമുക്കതിൻ്റെ സാമൂഹ്യ കാരണങ്ങളിലേക്ക് പോവാം. ബെസ്റ്റ്. കേരളത്തിൽ മാതൃഭൂമി എന്ന ചാനൽ എടുത്ത നിലപാടാണത്. എല്ലാ പത്രങ്ങളിലും സമാനമായി തന്നെയാണ് ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാ പത്രങ്ങളിലും. ആ നിലയിൽ തന്നെ എങ്ങനെയൊക്കെ SFI എന്ന പേര് വെക്കാൻ പറ്റുമോ അവിടെയൊക്കെ അത് നിലനിർത്തിയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ പേര്, പ്രത്യേകിച്ച് KSUവിൻ്റെ പേര് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് നല്ല പോലെ ധാരണയും അവർക്കുണ്ടായി എന്നുള്ളതാണ്. ഇന്നും സമാനമായിട്ടുള്ള സ്ഥിതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളത് കൂടുതലായി ഇവിടെ വീണ്ടും ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ നിലപാട് നിങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങൾ ഈ നിലയിൽ തന്നെ KSUവിനെതിരെയുള്ള ഒരു ക്യാമ്പയിനായി മാറുകയാണ്. KSU ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇതിനെ ഒരു ഘട്ടത്തിലും സോഷ്യൽ ഓഡിറ്റിന് പോലും
വെക്കാതെ ഇവരെ പൂർണ്ണമായും ശരിവെക്കുന്ന ഈ തെറ്റായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ സംഘത്തെ വിദ്യാലയങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്, കലാലയങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. ഇവർക്ക് കിട്ടുന്ന പരിലാലനയും സംരക്ഷണവും പൊളിറ്റിക്കൽ പാട്രണേജ് എന്ന വി.ഡി. സതീശൻ്റെ ആ വാക്ക് കൃത്യമായി ചേരുക അദ്ദേഹത്തിൻ്റെ പാട്രണേജ് കിട്ടിക്കൊണ്ടിരിക്കുന്ന KSUവിനാണ്. KSU ആണ് ഇന്നത് ആ സംരക്ഷണം നേടിക്കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിലും ശരിയായ വാർത്തയിൽ ശരിക്കും സ്ക്രൂട്ടിനി ചെയ്യപ്പെടേണ്ട വാർത്തയിൽ നിന്ന് അവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിലപാടിനെ അങ്ങേയറ്റം പ്രതിഷേധത്തോടു കൂടി അപലപിക്കുകയാണ്. ഇപ്പോൾ ഈ നിലയിൽ ഏറ്റവും അവസാനം മഹാരാജാസിൽ വന്നിട്ടുള്ള ഈ വിഷയം ഉൾപ്പെടെ ആ നിലയിൽ തന്നെ കാണുന്നു.